രാജ്യത്തെ പെട്രോളിൽ 20% എഥനോൾ ചേർത്തിട്ടും പെട്രോൾ വില കുറയ്ക്കാതിരിക്കുന്നു കേന്ദ്രം. സാധാരണ പെട്രോളിന്റെ വിലയാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഇപ്പോഴും ഈടാക്കുന്നത്. എഥനോൾ ചേർക്കുന്നതിലൂടെ ഇന്ധന ഇറക്കുമതി തുകയിൽ ഭീമമായ ലാഭം ഉണ്ടാകുമെന്ന് കേന്ദ്രം അവകാശപ്പെടുമ്പോഴാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഈ ഇരട്ടത്താപ്പ്. സുമോദ് വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന്. സുമോദ്, 20% എഥനോൾ ചേർത്ത ഒട്ടും പ്യുവർ അല്ലാത്ത ശുദ്ധമല്ലാത്ത ഒരു പെട്രോളാണത്. വാഹനങ്ങൾക്ക് വലിയ കേടുണ്ടാക്കുന്നു എന്നുള്ളത് ജനങ്ങളുടെ വലിയ ആശങ്കയാണ്. പക്ഷേ ഇങ്ങനെ എഥനോൾ ചേർക്കുന്നതിലൂടെ തന്നെ വലിയ ലാഭം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇനി വാഹനങ്ങൾക്ക് അത്യാവശ്യം കേടുണ്ടായാലും പെട്രോൾ വില കുറച്ചാൽ അതൊരു വലിയ ആശ്വാസമാകും ജനങ്ങൾക്ക്. അതുമില്ല, പക്ഷെ വാഹനങ്ങൾ കേടാകുന്നു, പ്യുവർ പെട്രോൾ കിട്ടുന്നില്ല എന്ന പരാതിയും ആശങ്ക ഒരു പുറത്ത്, എന്നാലോട്ട് അതിന് തുക കുറക്കുന്നുമില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇരട്ടത്താപ്പ് നടപടി എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഇതിപ്പോൾ ഈ നേരത്തെ നമ്മൾ പരീക്ഷാ ക്രമക്കേടിൽ കണ്ടതുപോലെയുള്ള വലിയൊരു പ്രൊട്ടസ്റ്റിലേക്ക് പോകേണ്ടി വരുമോ ഇക്കാര്യത്തിലും? സൈഫുദ്ദീൻ, ഇതിന്റെ പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രസകരമായ ഒരു കമന്റ് ഒരാൾ പറഞ്ഞത്, ഈ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ കാലത്ത് ഇരട്ട എഞ്ചിൻ വാഹനങ്ങളിലും ഘടിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. കാര്യം E20 പെട്രോൾ അടിച്ചു കഴിയുമ്പോൾ എഞ്ചിൻ തന്നെ അടിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനൊന്നും ശാസ്ത്രീയമായ ഒരു തെളിവില്ല എന്ന് അവകാശപ്പെടുമ്പോഴും മന്ത്രാലയം നിരന്തരം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അനുഭവത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ നിരവധി മെക്കാനിക്കുകളുമായി സംസാരിച്ചപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ആശങ്ക തന്നെയാണ് ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് വാഹന ഉടമകൾ വലിയ തരത്തിലുള്ള ആശങ്കാകുലരാണ്. പക്ഷേ ഈ E20 പെട്രോൾ എഥനോൾ കലർത്തി കഴിയുമ്പോൾ എന്തുകൊണ്ട് വില കുറയ്ക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല അതിനവർ ന്യായീകരണമായി പറയുന്നത് ഇത് എത്തിക്കാനായി പ്രത്യേകം ചെലവ് വരുന്നു, അതുകൊണ്ട് വില കുറച്ച് നൽകാൻ കഴിയില്ല എന്നും തന്നെയാണ്. പക്ഷേ വി ശിവദാസനെ പോലുള്ള പാർലമെന്റ് അംഗങ്ങൾ ഇത് വളരെ ശക്തമായി തന്നെയാണ് മീഡിയ വണ്ണോട് പ്രതികരിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഈ ഇത്തരത്തിൽ എഥനോൾ കലർത്തുകയാണെങ്കിൽ ഉറപ്പായും വില കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകണമെന്നാണ്. ഈ ജനതാ പാർട്ടിയുടെ, അതായത് CJPയുടെ ഈ സമരത്തിനും വലിയ തരത്തിലുള്ള വിജയത്തിനും പിന്നാലെ E20 ജനതാ പാർട്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതോടുകൂടിയാണ് രാജ്യവ്യാപകമായി ഈ വിഷയം വീണ്ടും ചർച്ചയിൽ വരുന്നത്. അതുകൊണ്ട് ഇവരെ പിന്തുണക്കുന്ന ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് 4-ാം തീയതി പാർലമെന്റിലേക്ക് ഈ വിഷയത്തിൽ മാർച്ച് നടത്തണം എന്ന് തന്നെയാണ്. ഇന്നലെ ഈ വിഷയത്തിൽ ഒരു മറുപടി പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ എഥനോൾ കലർത്താതെ ശുദ്ധമായ പെട്രോൾ കൊടുക്കുന്നുണ്ട്. അതിന് ലിറ്ററിന് 160 രൂപയാണ് വരുന്നത്. എഥനോൾ കലർത്തിയതിനാണെങ്കിൽ 102 രൂപയാണ് വരുന്നത്. പക്ഷേ എഥനോൾ കലർത്താത്ത പെട്രോൾ 0.5% ആൾക്കാർ മാത്രമാണ് വാങ്ങുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നേരത്തെ സൈഫുദ്ദീൻ പറഞ്ഞ പോലെ തന്നെ ഇക്കാര്യത്തിൽ എഥനോള് കൂടുതൽ കലർത്തിക്കൊണ്ടുവന്നു കഴിയുമ്പോൾ പെട്രോളിയം ഉൽപ്പന്നത്തിന് വില സ്വാഭാവികമായും കുറയേണ്ടതാണ്. മാത്രമല്ല E20യിൽ നിന്നും E25ലേക്കുള്ള ഒരു നീക്കത്തിലായിരുന്നു. അതിപ്പോൾ ഏകദേശം ഒരു പിടിച്ചു നിന്ന അവസ്ഥയിലാണ്. കൂടുതൽ വിശദമായ പഠനം നടത്തിയതിനു ശേഷം അല്ല, ഇതിനകത്തൊരു അഴിമതി ആരോപണം കൂടി ഉയർത്തുന്നുണ്ടല്ലോ പ്രതിപക്ഷം. എന്ന് വെച്ചാൽ എഥനോൾ നിർമ്മാണ കരാർ മക്കളുടെ കമ്പനി സിയാനാണെന്ന് പറയുന്നു. നിർമ്മാണത്തിനും വിതരണത്തിനും കേന്ദ്രം അനുമതി നൽകുന്നു. സിയാന്റെ വരുമാനം 523 കോടിയായി ഉയർന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഓഹരി വിലയിലും കോടികളുടെ വർധന ഉണ്ടായിരിക്കുന്നു. ഓഹരി വില 2184% വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു അഴിമതി ആരോപണം കൂടി ഉയർത്തുകയാണ് പ്രതിപക്ഷം. അഴിമതി ആരോപണവും സ്വജനപക്ഷപാതവും വളരെയധികം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം നിതിൻ ഗഡ്കരിയുടെ മകന്റെ കമ്പനിക്ക് പല മടങ്ങാണ് ഈ തീരുമാനമെടുത്തതിന് ശേഷം ലാഭം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രതിപക്ഷം നിരന്തരം ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ തന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ള നടത്തുന്നത്. അതുകൊണ്ട് മാനനഷ്ട കേസുമായി അദ്ദേഹം ഈ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്, ബോംബെ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. ഇതിനെതിരെ നടപടിയെടുക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതിവിടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് ശേഷം അടുത്ത വിക്കറ്റ് ആരുടെയാണ് എന്ന് വ്യാപകമായി ഉയർന്നു കേൾക്കുന്നത്, സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർന്നു കേൾക്കുന്നത് നിതിൻ ഗഡ്കരി രാജിവെക്കണം എന്ന് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട E20 ജനതാ പാർട്ടിയുടെ പ്രവർത്തനം വളരെ ശക്തമായി തന്നെ പോകുമ്പോൾ ഇതിന് പ്രതിരോധം തീർക്കാൻ വേണ്ടി നിതിൻ ഗഡ്കരി ഇറങ്ങുന്നുണ്ട്. പക്ഷേ നിതിൻ ഗഡ്കരിയെ സപ്പോർട്ട് ചെയ്ത് മറ്റു മന്ത്രിസഭാംഗങ്ങൾ വലിയ രീതിയിൽ ഇവിടെ എത്തുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോൾ ഈ സമരം CJPയുടെ സമരം നടന്നു കഴിഞ്ഞപ്പോഴും ഇവിടെ പ്രധാന്റെ ശരി സുമോദ്,